The battles of Tarim. In 1191, the armies of Muhammad Ghori and Prithviraj Chauhan clashed at Tarim, about 80 miles away Delhi. Muhammad Ghori was defeated in the first battle of Tarim. Prithviraj, however, made no attempt to chase the Ghorids out of Punjab. This proved to be a grave blunder. അതായത് in 1191 the armies of Muhammad Ghori and Prithviraj Chauhan clashed at Tarim. എന്താ ക്ലാഷ്ഡ് എന്ന് പറഞ്ഞാല് ഏറ്റുമുട്ടുക. അങ്ങനെ 1191 മുഹമ്മദ് ഗോറിയുടെയും പൃഥ്വിരാജ് ചൗഹാന്റെയും ആർമി കൂട്ടിമുട്ടി. എവിടെ വെച്ച് ഏറ്റുമുട്ടി? എവിടെ വെച്ച്? ടെറൈനിൽ വെച്ച്. ഈ ടെറൈൻ എന്ന് പറഞ്ഞാൽ എവിടെയാ? about 80 miles ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയുള്ള ടെറൈനിൽ വെച്ച് മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും ഏറ്റുമുട്ടി. മുഹമ്മദ് ഗോറി വാസ് ഡിഫീറ്റഡ്. ആരാ തോറ്റെ? മുഹമ്മദ് ഗോറി വാസ് ഡിഫീറ്റഡ് ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ടെറൈന്റെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനിലെ മുഹമ്മദ് ഗോറി വാസ് ഡിഫീറ്റഡ്. പൃഥ്വിരാജ് however made no attempt. പൃഥ്വിരാജിന് നോ അറ്റംപ്റ്റ് ആണ് ടു ചേസ് ദ ഗോറിഡ്സ് ഔട്ട് ഓഫ് പഞ്ചാബ്. ഇതെന്ത് തെളിയിച്ചു? ദിസ് പ്രൂവ്ഡ് ടു ബി എ ഗ്രേവ് ബ്ലണ്ടർ. ഒരു ഗ്രേവ് ബ്ലണ്ടർ ആണെന്നത് പ്രൂവ് ചെയ്യിച്ചു. അങ്ങനെ 1191 the armies of Muhammad Ghori and Prithviraj Chauhan clashed at Tarim. Tarim is the place 80 miles away from Delhi. 80 miles from Delhi. Muhammad Ghori was defeated in the first Tarim battle. First Tarim battle ആര് തോറ്റു? ആര് തോപ്പിച്ചു? മുഹമ്മദ് ഗോറി was defeated. Then soon after പെട്ടെന്ന് മുഹമ്മദ് ഗോറി began to regroup his forces. Soon after Muhammad Ghori began to regroup his forces. The two armies met once again in 1192. This time Muhammad's army was better prepared. Prithviraj appealed to the neighboring kings for help. Some Rajput rulers came to his help. The most powerful Rajput ruler, Raja Jayachandra of Kannauj, however, stayed away. Prithviraj was defeated and captured. His territories were occupied. ആദ്യത്തെ ഫസ്റ്റ് ടെറൈൻ ബാറ്റിലെ മുഹമ്മദ് ഗോറി വാസ് ഡിഫീറ്റഡ്. അങ്ങനെ 1191 ഇത് ഫസ്റ്റ് ടെറൈൻ ബാറ്റിൽ ഉണ്ടായിരുന്നു അല്ലെ. ബാറ്റിൽ ഓഫ് ടെറൈൻ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടായത് 1191 1191 മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ ഏറ്റുമുട്ടി. ഇവിടെ വെച്ച് ടെറൈനിൽ വെച്ച്. ടെറൈൻ എന്ന് പറയുന്നത് 80 കിലോമീറ്റർ, ഡൽഹിയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ്. 50 കിലോമീറ്റർ ഉണ്ട് ദൂരം അല്ലെ. പിന്നെ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ആഫ്റ്റർ 1 year later, അതായത് 1192 മുഹമ്മദ് ഗോറി began to regroup his forces. മുഹമ്മദ് ഗോറി എന്ത് തീരുമാനിച്ചു? അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനെ ഒന്ന് റീഗ്രൂപ്പ് ചെയ്യാൻ അല്ലെ. ആദ്യത്തെ ഗ്രൂപ്പ് നല്ലതല്ലാത്തത് കൊണ്ടാണ് എന്തുണ്ടായത്? ഡിഫീറ്റ് ചെയ്തത് അല്ലെ. സോ മുഹമ്മദ് ഗോറി began to regroup his force. The two armies met once again in 1192. അങ്ങനെ 1192 വീണ്ടും ഇവർ തമ്മിൽ കൂട്ടിമുട്ടി അല്ലെ. ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഏറ്റുമുട്ടാൻ തുടങ്ങി. ഏറ്റുമുട്ടി. This time Muhammad's army was better prepared. ഈ സമയത്ത് എന്തായിരുന്നു? മുഹമ്മദ് ഗോറിയുടെ ആർമി വളരെ പ്രിപ്പയർ ആയിരുന്നു, വെൽ പ്രിപ്പയർ ആയിരുന്നു. പൃഥ്വിരാജ് appealed to the neighboring kings for help. പൃഥ്വിരാജ് എന്ത് ചെയ്തു? പൃഥ്വിരാജ് അടുത്ത അയൽ രാജ്യങ്ങളിലെ കിങ്സിനെ സഹായത്തിന് വേണ്ടി അപ്പീൽ ചെയ്തു. Some Rajput rulers came to his help. കുറെ രജപുത്ര റൂളർ ആരെ സഹായിക്കാൻ വേണ്ടി വന്നു? പൃഥ്വിരാജിനെ സഹായിക്കാൻ വേണ്ടി വന്നു. The most Rajput ruler, Raja Jayachandra of Kannauj. കാനൂജിലെ രജപുത് റൂളർ ആയിരുന്ന രാജ ജയചന്ദ്ര stayed away. പൃഥ്വിരാജ് was defeated and captured. അങ്ങനെ പൃഥ്വിരാജ് was defeated. നോക്ക്, അപ്പം നമ്മുടെ ബാറ്റിൽ ഓഫ് ടെറൈൻ ആഷിക്കെ ലേറ്റ് ആയി പോയല്ലേ. നോക്ക്, the battle of Tarim in 1191, the armies of Muhammad Ghori and Prithviraj Chauhan clashed at Tarim. Tarim is the place 80 miles from Delhi. In the first Tarim battle, Muhammad Ghori was defeated. Then after 1 year later, Muhammad Ghori began to regroup his force. The two armies met again in 1192. അങ്ങനെ രണ്ട് ഗ്രൂപ്പും തമ്മിൽ. ആദ്യത്തേല് മുഹമ്മദ് ഗോറി വാസ് ഡിഫീറ്റഡ്. അങ്ങനെ ഒരു വർഷം
കഴിയുമ്പോൾ മുഹമ്മദ് ഗോറി അന്നേരം തന്നെ മുഹമ്മദ് വിചാരിച്ചു എന്താ, എന്റെ ഫോഴ്സിനെ ഒന്ന്, എന്റെ ആർമീനെ ഒന്ന് റീഗ്രൂപ്പ് ചെയ്യണം, നല്ല നല്ല ആൾക്കാരെ എടുക്കണം, എന്നിട്ട് ആരെ തോൽപ്പിക്കണം, എനിക്ക് ഈ അടുത്തതിലെങ്കിൽ എനിക്ക് ജയിക്കണം എന്നുള്ളതിലൂടെ അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം വീണ്ടും പൃഥ്വിരാജ് ചൗഹാനുമായി ഏറ്റുമുട്ടി. ഈ സമയത്ത് മുഹമ്മദ് ഗോറിയുടെ ആർമി അല്ലെങ്കിൽ മുഹമ്മദ് ആർമി വാസ് ബെറ്റർ പ്രിപ്പയർഡ്. മുമ്പത്തേതിൽ നിന്ന് 1191 യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ലൊരു ആർമി, വെൽ പ്രിപ്പയർഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആർമി. അതോടൊപ്പം നമ്മുടെ പൃഥ്വിരാജ് അടുത്ത രാജ്യങ്ങളിലെ രാജാക്കന്മാരോട് എന്താവശ്യപ്പെട്ടു? അദ്ദേഹത്തിനെ സഹായിക്കാൻ, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന ആവശ്യവുമായി പൃഥ്വിരാജ് മുന്നോട്ട് വന്നു. ദെൻ ദ മോസ്റ്റ് പവർഫുൾ രജപുത്ര റൂളർ, അങ്ങനെ അടുത്ത രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാരോടൊക്കെ ഹെൽപ്പ് ആവശ്യപ്പെട്ടപ്പോ കുറെ രജപുത്ര റൂളേഴ്സ് അദ്ദേഹത്തെ സഹായിക്കാൻ എത്തി. അതിൽ ഇമ്പോർട്ടന്റ് ആയ രജപുത്ര റൂളറായിരുന്നേ ആര്? രാജ ജയചന്ദ്ര, കാനൂജിലെ രാജാവായിരുന്ന രാജാ ജയചന്ദ്ര. However, stayed away. Prithviraj was defeated and captured. Then Muhammad Ghori did not stop at this. എന്നിട്ട് ഗോറി നിന്നോ? മുഹമ്മദ് ഗോറി എന്നിട്ട് നിർത്തിയോ? ഇല്ല. In 1194 he defeated Raja Jayachandra in the battle of Chandwar. അദ്ദേഹത്തിന് വാശിയായി. അദ്ദേഹം എന്ത് ചെയ്തു? 1194 മുഹമ്മദ് ഗോറി ഡിഫീറ്റഡ് രാജ ജയചന്ദ്ര ഇൻ ദ ബാറ്റിൽ ഓഫ് ചാണ്ടവാർ. ചാണ്ടവാർ യുദ്ധത്തില് പരാജയപ്പെടുത്തി. Thereafter he overran the entire Ganga Yamuna Doab. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? Overran the entire Ganga Yamuna ദോബിലേക്ക് പോയി. He left his trusted generals in charge of the lands he had conquered and returned to his homeland. He left his trusted generals. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ജനറൽസിനെ അദ്ദേഹം ചെയ്തു? ഒഴിവാക്കി. ഇൻ ചാർജ് ഓഫ് ദ ലാൻഡ്, ഭൂമിയുടെ അവകാശത്തിൽ നിന്ന്, ചാർജിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? He had conquered and returned to his homeland. അദ്ദേഹത്തിന്റെ ഹോംലാൻഡ് കീഴടക്കി അങ്ങോട്ടേക്ക് പോയി. അപ്പൊ നോക്ക്, നമ്മുടെ ടെറൈൻ ബാറ്റിൽ എപ്പോഴായിരുന്നു? ഏത് വർഷത്തിലായിരുന്നു ടെറൈൻ ബാറ്റില്? 1191. 1191 ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടി? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ ഏറ്റുമുട്ടി. എവിടെ വെച്ചാണ് ഏറ്റുമുട്ടിയത്? ടെറൈനിൽ വെച്ചിട്ട് അല്ലെ. ടെറൈൻ എന്ന് പറയുന്നത് എവിടെയാ? ഡൽഹിയിൽ നിന്ന് ഏകദേശം എത്രയാ? 80 മൈലാകെ അല്ലെ? 80 മൈല്. 80 മൈൽ അകലെ. ഓക്കെ. ദെൻ അങ്ങനെ അതില് മുഹമ്മദ് ഗോറി വാസ് ഡിഫീറ്റഡ്. ആര് പരാജയപ്പെട്ടു? ആരാ പരാജയപ്പെട്ടത്? ഗോറി. അതിനുശേഷം ഗോറി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു, എനിക്ക് എന്ത് വേണം? എന്റെ ആർമീനെ ഒന്ന് റീഗ്രൂപ്പ് ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആർമീനെ റീഗ്രൂപ്പ് ചെയ്തു. അതോടൊപ്പം പൃഥ്വിരാജ് ചൗഹാൻ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി സഹായം അഭ്യർത്ഥിച്ചു. കുറെ രജപുത്ര റൂളേഴ്സ് അദ്ദേഹത്തെ സഹായിക്കാൻ എത്തി. അതിൽ ഒരാളായിരുന്നു രാജ ജയചന്ദ്ര, കാനൂജിലെ രാജാ ജയചന്ദ്ര. ഇതൊന്നും കഴിഞ്ഞിട്ടും മുഹമ്മദ് ഗോറി എന്ത് ചെയ്തില്ല? അദ്ദേഹം നിർത്തിയോ? ഇല്ല, അദ്ദേഹത്തിന്റെ വാശി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1194 he defeated രാജാ ജയചന്ദ്ര in battle of ചാണ്ടവാർ. അദ്ദേഹം രാജാ ജയചന്ദ്രനെ ചാണ്ടവാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. മനസ്സിലായോ? ഓക്കെ. ഇനി struggle for Kannauj. Next one, struggle for Kannauj. Kannauj was the most important city in North India. Its location was such that whoever held Kannauj could control the resources, minerals, agriculture, trade, etc. of the entire Ganga Valley. Since the 8th century, the Palas, Gurjara Prathaharas and Rashtrakutas were engaged in tripartite struggle to control Kannauj. This struggle lasted for over 2 centuries and weakened all 3 dynasties. അപ്പൊ കാനൂജ് എന്ന് പറയുന്നത് എവിടെയാണ്? കാനൂജ് വാസ് ദ ഇമ്പോർട്ടന്റ് സിറ്റി. കാനൂജ് വാസ് ഇമ്പോർട്ടന്റ് സിറ്റി ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടന്റ് സിറ്റി ആയിരുന്നു ഇത് കാനൂജ്. ഇറ്റ്സ് ലൊക്കേഷൻ വാസ് സച്ച് ദാറ്റ് whoever held Kannauj could control the resources of the entire Ganga Valley. ഗംഗാ വാലിയിലെ റിസോഴ്സിനെ കൺട്രോൾ ചെയ്തല്ലേ? അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ 8ാമത്തെ നൂറ്റാണ്ടില്, since the 8th century, the Palas, Gurjara Prathaharas and Rashtrakutas were engaged in a tripartite struggle. അങ്ങനെ 8ാമത്തെ 8th സെഞ്ചുറിയിലെ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ.
ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിളിൽ ആരൊക്കെ വന്നു? ആരൊക്കെയാ ട്രിപ്പാർട്ടൈറ്റ്? ട്രിപ്പാർട്ടൈറ്റ് എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. ഇപ്പൊ 3 ആൾക്കാർ കൂടിയുള്ള സ്ട്രഗിൾ, ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ. അതൊക്കെ ആരൊക്കെയാ? പാലാസ്, ഗുർജാര പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂതാസ്. ഇവർ 3 പേരും തമ്മിൽ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ. ആ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ എന്തിനു വേണ്ടിയായിരുന്നു? ടു കൺട്രോൾ കാനൂസ്. കാനൂസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ. ഇത് എന്ത് ചെയ്തു അറിയോ? ഈ സ്ട്രഗിള്, this struggle lasted for over 2 centuries. ഒരു 2 സെഞ്ചുറിയോളം നീണ്ടു നിന്നു. ആൻഡ് weakened all 3 dynasties. all weakened 3 dynasties ഏതൊക്കെയത്? ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ ഉണ്ടായ 3 ഡൈനാസ്റ്റീസ് ഏതൊക്കെയാ? പാലാസ്, ഗുർജാര പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂതാസ്. ഒന്നുകൂടെ പറയാം. സ്ട്രഗിൾ ഫോർ കാനൂജ്. കാനൂജ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടന്റ് സിറ്റി ആണ്. പിന്നെ ആ സമയത്ത് ഒരു ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ വന്നു. ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിള് കാനൂജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ ആരൊക്കെ പങ്കെടുത്തത്? പാലാസും രാഷ്ട്രകൂതാസും ഗുർജാര പ്രതിഹാരാസും. ഈ 3 ഡൈനാസ്റ്റീസിൽ ആയിരുന്നു ഏതിലുണ്ടായിരുന്നത്? ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ. ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ എന്തിനായിരുന്നു? ടു കൺട്രോൾ കാനൂസ്. ഓക്കെ. ദിസ് tripartite struggle lasted for over 2 centuries and weakened all 3 dynasties. This tripartite struggle lasted over 2 centuries. എന്നിട്ട് എന്ത് ചെയ്തു? weakened all 3 dynasties. Okay. ഇപ്പൊ എന്താ? ടറൈൻ ബാറ്റിൽ എന്ന് പഠിച്ചു. പിന്നെ സ്ട്രഗിൾ ഓഫ് കാനൂജ് പഠിച്ചു ഇല്ലേ? ആൻമരിയൊക്കെ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലെ? ആൻമരിയ ആഷിക്ക് പോയി തോന്നുന്നു അല്ലെ? ഓക്കെ. നെക്സ്റ്റ് വൺ, ദ പാലാസ്. The Palas ruled the region covered by the present day states of Bihar, Jharkhand and West Bengal. Gopala was the first ruler. He and his son Dharmapala expanded and strengthened the kingdom. The Dharmapala also encouraged trade with Southeast Asia. Devapala was another powerful ruler of the dynasty. Pala, nammal paranju tripartite struggle were engaged to control Kanus. Tripartite struggle vanna aarkkayirunnu? Palasum, Gurjara Pradhiharasum, Rashtrakutasum ആയിരുന്നു. പാലാസ് എന്താന്ന് നോക്കാം. പാലാസ് എന്ന് പറയുന്നത് ബീഹാർ, ഇന്നത്തെ ബീഹാർ അല്ലെങ്കിൽ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളിലായിരുന്നു അന്നത്തെ പാലാസ് ഉണ്ടായിരുന്നത്. The Palas ruled the region covered by present day states of Bihar, Jharkhand and West Bengal. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഇന്നത്തെ ആ റീജിയൻ റൂൾ ചെയ്ത ആൾക്കാരായിരുന്നു പാലാസ്. അതില് ഗോപാല വാസ് ദ ഫസ്റ്റ് റൂളർ. ഫസ്റ്റ് പാലാ റൂളർ ആരായിരുന്നു? ഗോപാല. പാലാ റൂളർ ഗോപാല എന്ന് ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഗോപാല വാസ് ദ ഫസ്റ്റ് പാലാ റൂളർ. ഹി ആൻഡ് ഹിസ് സൺ, അതായത് ഗോപാലയും ഗോപാലന്റെ മകനായ ധർമ്മപാല. ഗോപാല ഈസ് ദ ഫസ്റ്റ് പാലാ റൂളർ. ഗോപാല സൺ ഈസ് ധർമ്മപാല. ഗോപാലന്റെ മകനാണ് ആര്? ധർമ്മപാലൻ. എക്സ്പാൻഡഡ് ആൻഡ് സ്ട്രെങ്തൻ ദ കിങ്ഡം. അദ്ദേഹം എന്ത് ചെയ്തു? ധർമ്മപാലന്റെ അച്ഛനായിരുന്ന ഗോപാലനും കൂടെ അവരുടെ കിങ്ഡം എന്ത് ചെയ്തു? എക്സ്പാൻഡ്, വികസിപ്പിച്ചെടുത്തു. ശക്തിപ്പെടുത്തി അല്ലെ? ശക്തിപ്പെടുത്തി. Then ധർമ്മപാല ഓൾസോ എൻകറേജ് ട്രേഡ്. അതായത് ഗോപാലന്റെ, പാലാ ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് റൂളർ ആയിരുന്ന ഗോപാലന്റെ മകൻ ധർമ്മപാലൻ ട്രേഡ്, വ്യാപാരം വികസിപ്പിച്ചെടുത്തു. വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. ആരുമായിട്ടുള്ളത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആൾക്കാരും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധം എൻകറേജ് ചെയ്തു. ഇനി വേറൊരു പാലാ റൂളറാണ് ആര്? ദേവപാല. ആരാ? ദേവപാല വാസ് ദ അനദർ പവർഫുൾ റൂളർ ഓഫ് പാലാ ഡൈനാസ്റ്റി. അപ്പം പാലാ ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് റൂളർ ആയിരുന്നു ആര്? ആരാ ഫസ്റ്റ് റൂളർ പാലാ ഡൈനാസ്റ്റിയിലെ? ആരാ? ആൻമരിയെ വായ അനങ്ങട്ടെ. ആഷിക്കെ, പാലാ ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് റൂളർ ആയിരുന്നു മക്കളെ ഗോപാല. ആരാ? ഗോപാല. ഗോപാലന്റെ മകൻ ആരായിരുന്നു? ധർമ്മപാല. ആരാ? ധർമ്മപാല. ഗോപാലനും ഫസ്റ്റ് റൂളർ ആയിരുന്നു ഗോപാലനും അദ്ദേഹത്തിന്റെ മകൻ ധർമ്മപാലും ചേർന്ന് എന്താ ഉണ്ടാക്കിയത്? ഡൈനാസ്റ്റിനെ എക്സ്പാൻഡ് ചെയ്തു അല്ലെ? എക്സ്പാൻഡ് ചെയ്ത് സ്ട്രെങ്ത് ആക്കി. പിന്നെ
നമ്മുടെ ധർമ്മപാല, അതായത് നമ്മുടെ ഗോപാലയുടെ മകനായ ധർമ്മപാല വ്യവസായം, ട്രേഡ് പ്രോത്സാഹിപ്പിച്ചു. ആരുമായിട്ടുള്ളത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായുള്ള ട്രേഡ്, വ്യാപാര ബന്ധം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ പാല ഡൈനാസ്റ്റിയിലെ മറ്റൊരു ഫേമസ് റൂളർ ആയിരുന്നു ആര്? നമ്മുടെ ദേവപാല. എല്ലാവർക്കും പാല 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 ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ റൂളർ ഗോപാല, ഗോപാലന്റെ മകൻ ധർമ്മപാല, ധർമ്മപാലനെയും ഗോപാലനെയും കൂടാതെ വേറൊരു ഫേമസ് റൂളറാണ് ആര്? ദേവപാല. ഓക്കെ. There was a great prosperity during the reign of the Pala kings. They were follow of Buddhism, built stupas and gave money to monasteries. In the 12th century, the Palas were succeeded by rulers of the Sena dynasty who ruled until the Muslims defeated them. There was a great prosperity during the reign of during the reign of Pala kings. Pala kings ന്റെ പാല രാജാക്കന്മാരുടെ സമയത്ത് ഒരു വലിയ പ്രോസ്പിരിറ്റി ആയിരുന്നു. എന്തിനെ? They were followers of Buddhism. അതാരായിരുന്നു? പാല ഡൈനാസ്റ്റിയിലെ ആൾക്കാർ ആരായിരുന്നു? ഫോളോവേഴ്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ ഫോളോവേഴ്സ് ആയിരുന്നു ആര്? പാല ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു എന്നറിയോ? ബിൽറ്റ് സ്തൂപാസ്, സ്തൂപങ്ങൾ ഉണ്ടാക്കി. അതുപോലെ ഗേവ് മണി ടു മൊണാസ്ട്രീസ്, മൊണാസ്ട്രിക്ക് പണം സംഭാവന ചെയ്യാൻ തുടങ്ങി. മൊണാസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടി പണം കൊടുത്തു. അതുപോലെ സ്തൂപങ്ങൾ ഉണ്ടാക്കി. അവരാരായിരുന്നു? നമ്മുടെ ബുദ്ധിസത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഇൻ ദ 12th century, 12ാമത്തെ നൂറ്റാണ്ടില് ദ പാലാസ് were succeeded by rulers of സേന ഡൈനാസ്റ്റി. അങ്ങനെ പാലാസ് were succeed, ജയിച്ചു. ആരാല്? സേന ഡൈനാസ്റ്റി. സേന ഡൈനാസ്റ്റി ആരാന്നറിയോ? എന്താ സേന ഡൈനാസ്റ്റി? Who ruled until the Muslims defeated them. അവരെ മുസ്ലിംസ് പരാജയപ്പെടുത്തുന്നവരെ ഭരിച്ച ആൾക്കാരായിരുന്നു ആര്? ഈ സേന ഡൈനാസ്റ്റി. അപ്പൊ നോക്ക്, there was a great prosperity during the reign of Pala kings. Palas were the followers of Buddhism. They built stupas and gave money for monasteries. In the 12th century, Palas were succeeded by Sena dynasty. Palas were succeeded by Sena dynasty in 12th century. മനസ്സിലായോ? മനസ്സിലായോ? നമ്മുടെ പറയാം. പാലാസ് എന്ന് പറഞ്ഞ ഇന്നത്തെ ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ഭരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അതിൽ ഒന്നാമത്തെ റൂളർ ആയിരുന്നു ഗോപാല. ഗോപാലയുടെ മകനാണ് ആര്? ധർമ്മപാല. അങ്ങനെ ധർമ്മപാല, അച്ഛനും മകനും കൂടി, ധർമ്മപാലനും ഗോപാലനും കൂടി അവരുടെ ഡൈനാസ്റ്റി, പാല ഡൈനാസ്റ്റിയെ സ്ട്രെങ്ത് ആക്കി, എക്സ്പാൻഡ് ചെയ്തു, സ്ട്രെങ്ത് ആക്കി. പിന്നെ ധർമ്മപാലൻ എന്ത് ചെയ്തു? സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധം എൻകറേജ് ചെയ്തു. ഈ ഗോപാലനെയും ധർമ്മപാലനും, അച്ഛനെയും മകനെയും കൂടാതെ വേറൊരു റൂളർ ഉണ്ടായിരുന്നു. അതാണ് ആര്? ദേവപാലൻ. ഇനി ഇത് വളരെ ഒരു എന്താ പറയാ, പ്രോസ്പിരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? പാലാ കിങ്സ് വളരെ പ്രോസ്പിരിറ്റി ഉണ്ടായതായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ പാലാസ് എന്ന് പറയുന്നത് ഫോളോവേഴ്സ് ഓഫ് ബുദ്ധിസം, ബുദ്ധിസത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ബുദ്ധിസത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അവർ സ്തൂപങ്ങൾ ഉണ്ടാക്കി, അതുപോലെ മൊണാസ്ട്രിക്ക് വേണ്ടിയുള്ള പണം കൊടുത്തു. അങ്ങനെ 12ാമത്തെ നൂറ്റാണ്ടില് പാലാസ് were succeeded by rulers of സേനാപതി റൂളേഴ്സുമായി അദ്ദേഹം സക്സീഡ് ആയി. ഈ സേനാപതി എന്ന് പറയുന്നത് who ruled until the Muslims defeated them. അതായത് ഇവരെ തോൽപ്പിക്കുന്നത് വരെ ഉണ്ടായിരുന്ന മുസ്ലിംസ് തോൽപ്പിക്കുന്നത് വരെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ റൂളേഴ്സ് ആണ് ഏത്? സേനാപതി. മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ ഗുർജാര പ്രതിഹാര. അതും കൂടി ഇന്ന് എടുക്കാം കേട്ടോ. കുറച്ച് എടുക്കുന്നുള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ എന്നുള്ള കാര്യം. അതും കൂടി എടുക്കുന്നുള്ളൂ. ഗുർജാര പ്രതിഹാരാസ്. നോക്ക്, the Gurjara Pratiharas ruled over parts of Rajasthan and Gujarat. The most powerful ruler was Bhoja. Bhoja ruled from 836 to 882. He conquered Kannauj and made it his capital. He was succeeded by his son Mahendrapala. He expanded the empire further. His successors, however, were weak.
and could not defend the kingdom from invasions. In 1018, Mahmud of Ghazni defeated the Pradihara ruler. Soon the dynasty came to an end. എന്താ പറഞ്ഞത്? ഗുർജാര പ്രതിഹാര ഏതാ ഭരിച്ചിരുന്നത്? ഓവർ പാർട്സ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. രാജസ്ഥാനും ഗുജറാത്തും ഭരിച്ചിരുന്ന ആൾക്കാരാണ് ആര്? ഗുർജാര പ്രതിഹാരാസ് അല്ലെ? ദ മോസ്റ്റ് പവർഫുൾ റൂളർ, അതായത് ഗുർജാര പ്രതിഹാരാസിലെ ഒരു പവർഫുൾ റൂളർ ആയിരുന്നു ആര്? ഭോജ. ആരായിരുന്നു മക്കളെ? ഭോജ. ഭോജ വാസ് ദ പവർഫുൾ റൂളർ ഓഫ് ഗുർജാര പ്രതിഹാരാസ്. ഭോജ ruled from 836 to 882. അതായത് 836 മുതൽ 882 വരെ ഭരിച്ച 82 വരെ രാജസ്ഥാനൊക്കെ ഗുജറാത്തൊക്കെ ഭരിച്ചിരുന്ന റൂളർ ആയിരുന്നു ആര്? ഭോജ. ഇനി ഹി കോൺകേർഡ് കാനൂജ്. അദ്ദേഹം എന്ത് പിടിച്ചടക്കി? കാനൂജ് കീഴടക്കി. കാനൂജ് കീഴടക്കി എന്ത് ചെയ്തു? അതിനെ ക്യാപിറ്റലാക്കി മാറ്റി. ഗുർജാര പ്രതിഹാരയുടെ ക്യാപിറ്റലാക്കി കാനൂജിനെ മാറ്റി. ഹി വാസ് സക്സീഡഡ് ബൈ ഹിസ് സൺ. അദ്ദേഹത്തിന്റെ മകനാൽ അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ആരാ? മഹേന്ദ്രപാല. ആരാ? ഭോജയുടെ മകനാരാ? മഹേന്ദ്രപാല. He expanded the empire further. His successors, however, were weak and could not defend the kingdom. അദ്ദേഹത്തിന്റെ സക്സസർ എന്നിരുന്നാൽ എന്തായിരുന്നു? വീക്ക് ആയിരുന്നു അല്ലെ? സക്സസർ വീക്ക് ആയിരുന്നു. He could not defend the kingdom from invasion. അതായത് ആക്രമണം. ഇൻവേഷൻ മീൻസ് അക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? അദ്ദേഹത്തിന്റെ സക്സസേഴ്സിന് കഴിഞ്ഞിരുന്നില്ല അല്ലെ? അങ്ങനെ ഇൻ 1018 മഹമൂദ് ഓഫ് ഗസ്നി ഡിഫീറ്റഡ് ദ പ്രതിഹാര റൂളർ. അങ്ങനെ 1018 മഹമൂദ് ഗസ്നി ആരെ പരാജയപ്പെടുത്തി? പ്രതിഹാര റൂളറിനെ പരാജയപ്പെടുത്തി. അതോട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഈ ഡൈനാസ്റ്റി നശിക്കുകയും ചെയ്തു. അതിന്റെ അവസാനമായി അല്ലെ? അതിന്റെ ഭരണം അന്ത്യത്തിലേക്ക് പോയി. അപ്പൊ നമ്മുടെ ഗുർജാര പ്രതിഹാരാസ് ഇത്രയാണ്. ഗുർജാര പ്രതിഹാരാസ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു ഭരിച്ചിരുന്നത്? രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ് ഭരിച്ചിരുന്നത്. അവിടുത്തെ ഇമ്പോർട്ടന്റ് റൂളർ എന്ന് പറയുന്നത് ഭോജയാണ്. ഭോജ കാനൂജ് പിടിച്ചടക്കിയിട്ട് അതിന്റെ ക്യാപിറ്റലാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മകനാണ് ആര്? മഹേന്ദ്രപാല എക്സ്പാൻഡഡ് എംപയർ അല്ലെ? അങ്ങനെ അദ്ദേഹത്തിന്റെ സക്സസേഴ്സ് എല്ലാം വളരെ വീക്ക്. അദ്ദേഹത്തിന്റെ സക്സസേഴ്സ് വീക്ക് ആയിരുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് ഡിഫെൻഡ് ദ കിങ്ഡം. രാജ്യത്തെ ആക്രമണകാരികളിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ സക്സസേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ മകടക്കമുള്ള സക്സസേഴ്സിനെ അദ്ദേഹത്തിന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ എനിമീസിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിവില്ലായിരുന്നു, വീക്കായിരുന്നു. അങ്ങനെ 1018 മഹമൂദ് ഓഫ് ഗസ്നി ആരെ പരാജയപ്പെടുത്തി? പ്രതിഹാര റൂളറിനെ പരാജയപ്പെടുത്തി. പ്രതിഹാര റൂളർ മഹമൂദ് ഗസ്നി ഡിഫീറ്റഡ് പ്രതിഹാര റൂളർ. അങ്ങനെ പ്രതിഹാര റൂളറിനെ പരാജയപ്പെടുത്തി. അതോടുകൂടി ആ ഒരു ഡൈനാസ്റ്റിയുടെ ഭരണം ഏകദേശം തീർന്നു. ഓക്കെ, പിന്നെ എടുത്ത കാര്യങ്ങൾ ഇത്രയാണ്, ശ്രദ്ധിക്കുക. ബാറ്റിൽ ഓഫ് ടെറൈൻ ആണ് പറഞ്ഞത്. ആൻമരിയ, ആഷിഖ്, ഞാൻ ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് തുടങ്ങിയത് ബാറ്റിൽ ഓഫ് ടെറൈൻ മുതലാണ്. Battle of Tarain in 1191, the armies of Muhammad Ghori and Prithviraj Chauhan clashed at Tarain. Tarain is the place about 80 miles from Delhi. Then, in the first Tarain battle, Muhammad Ghori was defeated. Soon after, Muhammad Ghori began to regroup his forces. Then two armies met once again in 1192. 1192 വീണ്ടും ഈ രണ്ട് ആൾക്കാരും തമ്മിൽ കൂട്ടിമുട്ടി. Muhammad's army was better prepared. Prithviraj appealed the neighboring kings for help. അങ്ങനെ അയൽവക്കത്തുള്ള അയൽ രാജാക്കന്മാരെയൊക്കെ കൂട്ടി സഹായത്തിന് വേണ്ടി. അങ്ങനെ ഒടുവില് മോസ്റ്റ് പവർഫുൾ രജപുത് റൂളർ ആയിരുന്ന ആര്? രാജ ജയചന്ദ്ര ഓഫ് കാനൂജ് stayed away. Prithviraj was defeated and captured. അങ്ങനെ മുഹമ്മദ് ഘോറി ഇതൊന്നും നിർത്തിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? In 1194 he defeated രാജ ജയചന്ദ്ര in battle of ചാണ്ടവാർ യുദ്ധത്തിലെ രാജ ജയചന്ദ്രനെ പരാജയപ്പെടുത്തി. Thereafter he overran the entire Ganga Yamuna Dam.
He left his trusted generals in charge of the lands. ലാൻഡിന്റെ അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ജനറൽസിനെയൊക്കെ അദ്ദേഹം ഒഴിവാക്കി. ഇനി നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് സ്ട്രഗിൾ ഓഫ് കാനൂജ് ആണ്. സ്ട്രഗിൾ ഓഫ് കാനൂജ് നോക്ക്. കാനൂജ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിറ്റി ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടന്റ് സിറ്റിയാണ് കാനൂജ്. ഇനി അവിടെ ഒരു ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ നമ്മൾ പറഞ്ഞു. എന്താ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ? ആരൊക്കെ ഉണ്ടായിരുന്നത്? ആരൊക്കെയാ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ? ട്രിപ്പാർട്ടൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ടീസ് ആരൊക്കെയാ? പാലാസ്, ഗുർജാര പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂതാസ്. പാലാസ്, ഗുർജാര പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂതാസ്. മൂന്ന് ആൾക്കാര് ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ പങ്കെടുത്തു. എന്തിനു വേണ്ടി? ടു കൺട്രോൾ കാനൂജ്. കാനൂജിനെ നിയന്ത്രിക്കാൻ വേണ്ടി. ദിസ് സ്ട്രഗിൾ ലാസ്റ്റഡ് for over 2 centuries and weakened all 3 dynasties. Next one, Palas. Palas ruled the region covered by present day Bihar, Rajasthan and West Bengal. West Bengal ഇന്നത്തെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവര് പാലാസ്. അതിലെ ഫസ്റ്റ് പാല റൂളർ വാസ് ഗോപാല. ആരാ? ഗോപാല. ഗോപാല വാസ് the first Pala ruler. His son Dharmapala, son of Gopala is Dharmapala. Dharmapala and Gopala expanded and strengthened his kingdom. Dharmapala encouraged trade with Southeast Asia. Southeast Asiaയിലെ ആൾക്കാരുമായുള്ള വ്യാപാരം ആര് പ്രോത്സാഹിപ്പിച്ചു? ധർമ്മപാല. പിന്നെ ഇതേ പാല ഡൈനാസ്റ്റിയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് റൂളർ ആയിരുന്നു ആര്? ദേവപാല. ഗോപാല ഫസ്റ്റ് പാല റൂളർ, അദ്ദേഹത്തിന്റെ സൺ ധർമ്മപാല. അതുകൂടാതെ മൂന്നാമത്തെ ഒരു പാല റൂളർ ആരായിരുന്നു? ദേവപാല. ഇനി അങ്ങനെ നമ്മുടെ ഈ പാല റൂളേഴ്സ് എന്തായിരുന്നു? ബുദ്ധിസം, ഫോളോവേഴ്സ് ഓഫ് ബുദ്ധിസം ആയിരുന്നു. They were the followers of Buddhism. They built stupas and gave money for monasteries. അല്ലേ? Gave money for monasteries. Then in 12th century, the Palas were succeeded by the rulers of Sena dynasty. എന്താ സേന ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാല്? Who ruled until the Muslims. അതായത് അവരെ തോൽപ്പിക്കുന്നത് വരെ ഉണ്ടായിരുന്ന മുസ്ലിംസിനെയാണ് നമ്മൾ എന്താ പറയാ? സേന ഡൈനാസ്റ്റി എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ, ഗുർജാര പ്രതിഹാരാസ്. ഗുർജാര പ്രതിഹാരാസ് രാജസ്ഥാനും ഗുജറാത്തും ഭരിച്ചിരുന്ന ആൾക്കാർ. രാജസ്ഥാനും ഗുജറാത്തും ഭരിച്ചിരുന്ന ആൾക്കാരാണ് ഗുർജാര പ്രതിഹാരാസ്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പവർഫുൾ റൂളർ ആയിരുന്നു ബോജ. ബോജ ഭരിച്ചത് 836 മുതൽ 882 വരെ ആയിരുന്നു. അദ്ദേഹം കാനൂജ് പിടിച്ചെടുത്തു. കാനൂജിനെ എന്നിട്ട് അവരുടെ ക്യാപിറ്റലാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മകൻ മഹേന്ദ്രപാല, അല്ലെ? മഹേന്ദ്രപാല അദ്ദേഹത്തിന്റെ സക്സീഡഡ് ബൈ ഹിസ് സൺ മഹേന്ദ്രപാല. ഇനി ഇദ്ദേഹത്തിന്റെ എന്താ പിന്നെ സക്സസ് ഒക്കെ വീക്കായിരുന്നു. അദ്ദേഹത്തിന്റെ സക്സസ് ഒക്കെ വീക്കായിരുന്നു. മാത്രമല്ല അവർക്ക് എന്തിനു പറ്റില്ല? നോട്ട് ഡിഫെൻഡ് ദ കിങ്ഡം ഫ്രം ഇൻവേഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ രാജ്യത്തെ രക്ഷിക്കാനൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 1018 in 1018 മഹമ്മൂദ് ഓഫ് ഗസ്നി ഡിഫീറ്റഡ് ദ പ്രതിഹാര റൂളർ. അങ്ങനെ 1018 ഗസ്നി റൂളർ ഗസ്നി ആരെ പരാജയപ്പെടുത്തി? മുഹമ്മദ് ഗസ്നി ആരെ പരാജയപ്പെടുത്തി? പ്രതിഹാര റൂളറിനെ പരാജയപ്പെടുത്തി. അങ്ങനെ അതോടുകൂടി ഏകദേശം അവരുടെ ഡൈനാസ്റ്റി അന്ത്യത്തിലേക്ക് പോയി. മനസ്സിലായോ? ഓക്കെ മക്കളെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്നത്തെ ഒന്ന് വായിച്ചു നോക്കിയേ. ബാറ്റിൽസ് ഓഫ് ടെറൈൻ തൊട്ട് ഗുർജാര പ്രതിഹാരാസ് വരെ ഒന്ന് വായിച്ചേ. Please read the lesson carefully and ask your doubt.
ആൻമരിയ വായിച്ചോ? ഷോൺ ലെഫ്റ്റ് ആയി അല്ലേ? ഷോണ് പോയി, ആഷിക്കും പോയി. വായിച്ചു കഴിഞ്ഞോ ആൻമരിയ? വായിച്ചോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ടെക്സ്റ്റ് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ ആൻമരിയ. ബാക്കിയുള്ളവരിലൊക്കെ പോയി. അപ്പം പ്ലീസ് റീഡ് ദ ലെസൺ കെയർഫുള്ളി ആൻഡ് ആഫ്റ്റർ യുവർ റീഡിംഗ് you can ask your doubts. Okay, bye bye, see you.